നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഗ്രൂപ്പ് ഡിസ്കഷൻ അഥവാ GD എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും വലിയ കമ്പനികളിൽ പലതും ബാങ്കിങ് സെക്ടറിലുള്ള, ഇൻഷുറൻസ് സെക്ടറിലുള്ള, മാനേജ്മെൻറ്റ് സെക്ടറിലുള്ള, ചില കേസുകളിൽ സോഫ്റ്റ്വെയർ സെക്ടറിലുമുള്ള കമ്പനികളെല്ലാം തന്നെ ഉപയോഗിക്കാറുള്ളൊരു സ്ട്രാറ്റജിയാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക. 10-12 പേര് വട്ടത്തിലിരുന്ന് ഒരു വിഷയം അവർക്ക് കൊടുത്ത് ആ വിഷയത്തിനെക്കുറിച്ച് ഒരു 20-25 മിനിറ്റ് സംസാരിക്കാൻ അനുവദിക്കുക. അപ്പോൾ അവരുടെ സംസാര രീതിയിൽ നിന്നും, അവർ പറയുന്ന ആശയങ്ങളിൽ നിന്നും, അവർ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിൽ നിന്നും, അവരുടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ നിന്നുമൊക്കെ അവരെ ഒന്ന് അസസ് ചെയ്ത് അതിൻ്റെ ബേസിസിലൊരു മാർക്കിട്ട് ഈ 12 പേരിൽ നിന്ന് ഒരു 6 പേരെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിൽ ചെയ്തിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഒറ്റ കാര്യത്തിനെക്കുറിച്ചാണ്. അതായത്, തരുന്ന സബ്ജക്റ്റിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം എന്ത് ടോപ്പിക്കും ആകാം, സൂര്യന് കീഴിലുള്ള ഏത് ടോപ്പിക്കും നമുക്ക് GDയിൽ കിട്ടാം. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം ടോപ്പിക്ക് നമുക്ക് തരുമ്പോൾ ഈ റാൻഡം ടോപ്പിക്കിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമുക്കറിയാത്ത വിഷയമാണ്, നമുക്കൊരു ധാരണയുമില്ല. അപ്പോൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ GDയിൽ കിട്ടുന്ന ടോപ്പിക്കുകൾ നമ്മൾക്കറിയാവുന്നതേ ആയിരിക്കണമെന്നില്ല. പല സന്ദർഭത്തിലും നമുക്ക് വലിയ ധാരണയില്ലാത്ത ഒരു ടോപ്പിക്കായിരിക്കും കിട്ടുക. ഉദാഹരണത്തിന്, ടോപ്പിക് ഇതാണെന്ന് കരുതുക, ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ടോപ്പിക് എന്ന് കരുതുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ സോഷ്യോ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഇറ്റ്സ് ലോങ് ടേം കോൺസിക്വൻസസ് ഓൺ ദ ഓയിൽ പ്രൈസ് ഇൻ ഏഷ്യ? എന്താണ് സബ്ജക്റ്റിൻ്റെ ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ എന്ത് മനസ്സിലാക്കണം? ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ ഉള്ള ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ അസ്ഥിരതയും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം, എണ്ണവിലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഏഷ്യയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയുക, ഒന്ന് വിവരിക്കുക. അതാണ് ചർച്ചയുടെ ടോപ്പിക്. അപ്പോൾ ഏഷ്യയിലെ എണ്ണവിലയെ അതെങ്ങനെ ബാധിക്കും? ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലെ എണ്ണവില, അതായത് നമ്മുടെ ഫ്യൂവൽ പ്രൈസ്, പെട്രോൾ ഡീസലിൻ്റെയൊക്കെ, പാചകവാതകത്തിൻ്റെയൊക്കെ പ്രൈസ്, അതിനെയാണ് എണ്ണവില, ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ബാധിക്കും? ഏത് വിഷയം? മിഡിൽ ഈസ്റ്റിലെ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ ഇപ്പോഴത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ അസ്ഥിരത എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ടോപ്പിക്. ഒരുപക്ഷെ നിങ്ങൾക്കിത് എന്താണെന്ന് പോലും അറിയണമെന്നില്ല. മിഡിൽ ഈസ്റ്റിലെ സാമൂഹികവും പൊളിറ്റിക്കലുമായ അസ്ഥിരത ഇപ്പോൾ എന്താണ്? ഇനി അങ്ങനെ അസ്ഥിരത ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ എണ്ണവിലയെ ബാധിക്കുന്നത്? നമുക്കൊന്നും അറിയില്ല ഈ വിഷയത്തിനെക്കുറിച്ച്. എന്ത് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. അപ്പം നമ്മൾ GDയിൽ നമുക്ക് നല്ല ധാരണയുള്ള ടോപ്പിക്കാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ GDയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് നല്ല ധാരണയുള്ള ടോപ്പിക്കാണെങ്കിൽ അവസരം ഒരിക്കലും കളയരുത്. ആദ്യത്തെ അവസരം ചാടി പിടിക്കണം എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞു. വേറെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് ഓർത്തിരിക്കരുത്. പകരം GD തുടങ്ങുന്ന ഉടനെ തന്നെ, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ടുഡേ ഇസ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട്, സോ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ വാട്ട് ഐ ബിലീവ് അബൌട്ട് ദിസ് ടോപ്പിക് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആശയം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അഭിപ്രായം ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. പക്ഷേ നമുക്ക് സബ്ജക്റ്റ് അറിയില്ലെങ്കിലോ? ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ, ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്കിത് അറിയില്ല, എന്ത് ചെയ്യും? അവിടെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും കയറി പറയാതെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രം പറയുക. 2018 ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സ്വപ്ന ജോലിക്ക് വിജയമന്ത്രങ്ങൾ. മലയാള മനോരമ ബുക്സാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതിനകത്ത് ഞങ്ങൾ എഴുതിയ ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെയാണ്: മൗനം വിദ്വാന് ഭൂഷണമല്ല. മൗനം വിദ്വാന് ഭൂഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. മൗനം വിദ്വാന് ഭൂഷണമല്ല. GDയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളത് പറഞ്ഞത്. അതിനകത്ത് ഞാൻ എഴുതിയേക്കുന്നത് ആശയം ഇതാണ്: ഒരു GDയിൽ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. യു വിൽ ബി റിജക്റ്റഡ് 100% ഇഫ് യു ഡോണ്ട് ടോക്ക്. അപ്പോൾ ഒരു GDയിൽ നമ്മൾ സംസാരിക്കാതിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അത് GDയിൽ പങ്കെടുക്കാത്തതിന് തുല്യം തന്നെയാണ് സംസാരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ GDയിൽ പോകുന്നത്. പകുതി സമയം, ഹാഫ് ടൈം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 2 വട്ടമെങ്കിലും സംസാരിച്ചിരിക്കണം എന്നൊക്കെ ഞങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളൊന്ന് ശാന്തമായി വെയിറ്റ് ചെയ്യുക.
ജി ഡിയിൽ സംസാരിക്കുക മാത്രമല്ല പങ്കെടുക്കൽ, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, അത് മറ്റൊരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കൊരു നല്ല ഐ കോൺടാക്റ്റ് കൊടുക്കുക, അവർ പറഞ്ഞ ആശയങ്ങളെയൊക്കെ നമ്മളൊന്ന് തല കുലുക്കി ഒന്ന് സമ്മതിച്ച് കൊടുക്കുക, ഒരു പുഞ്ചിരിയൊക്കെ ഇടയ്ക്ക് കൊടുത്ത് അവരോടൊന്ന് ഐ കോൺടാക്റ്റ് കൊടുക്കുക. അപ്പോൾ നാച്ചുറലി നമ്മളതിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരും. നമ്മളൊന്നും അറിയാത്ത പോലെ പരിങ്ങലോടുകൂടി ആകെ ടെൻഷനോട് കൂടി ഇങ്ങനെ താഴേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാതെ ഈ സംസാരിക്കുന്ന ആളിനെയൊക്കെ നോക്കി പുഞ്ചിരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ടെൻഷനൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഒന്ന് ഹാപ്പി ആയിട്ട്, ഒന്ന് സന്തോഷമായിട്ട് അവരെ നോക്കി ശ്രദ്ധാപൂർവം കേൾക്കുക അവർ പറയുന്ന കാര്യങ്ങൾ. രണ്ടാമതൊരാൾ സംസാരിക്കും, അവർ പറയുന്നതും ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. ഈ ഒന്നാമതും രണ്ടാമതും സംസാരിച്ചവരാരായിരിക്കും? സബ്ജക്റ്റിനെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ളവരായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് കേൾക്കുക, നിങ്ങളുടെ ലോജിക്ക് അപ്ലൈ ചെയ്യാതെ. അവർ പറയുന്ന മണ്ടത്തരമാണെങ്കിൽ അത് ഓൺ ചെയ്യരുത്. അതേസമയം അവർ പറയുന്നതിലകത്തൊരു ലോജിക്ക് ഉണ്ടോ എന്ന് നിങ്ങളുടെ യുക്തിയൊക്കെ ഉപയോഗിച്ചൊന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ശരിയാണ്, അവർക്ക് യുക്തിയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അവരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, സർ ഐ തിങ്ക് അല്ല, അവിടെ ജി ഡി ആയതുകൊണ്ട് ആൻസർ ആയിട്ടല്ല പറയുക, ഫ്രണ്ട്സിനോടായിരിക്കും പറയുന്നത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വാട്ട് ഐ തിങ്ക് ഇസ് ദാറ്റ് the present socio-political situation is very tense in the Middle East. So that will help the US to control the oil prices because US has big oil reserves. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കിട്ടി. എന്താ? US has enormously big oil reserve. രണ്ടാമത്, Russia will be trying to make use of this situation and they will pump their oil more into the market. Russia will pump more oil into the market because they are also a big oil producing nation. So this tension will help Russia to pump more oil into the market. So Asian countries might choose not to buy fuel from or oil from the Middle East and they will try to buy oil from Russia, which will indirectly reduce the oil prices in the Middle East. കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയോ? നമുക്ക് എന്തൊക്കെ പോയിന്റ് കിട്ടി? അമേരിക്ക ഒരു ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി ആണെന്നുള്ള പോയിന്റ് കിട്ടി. റഷ്യ വലിയൊരു ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി ആണെന്ന് ഒരു പുതിയ അറിവ് കിട്ടി. ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ സംഘർഷം കാരണം ആ ഗ്യാപ്പിലൂടെ റഷ്യ നുഴങ്ങി കയറി ഓയിൽ ചീപ്പർ വിലയ്ക്ക് വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് മിഡിൽ ഈസ്റ്റിലെ പ്രൈസ് കൂട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും വിവരം കിട്ടിയാൽ ഇനിയും നമ്മൾ പരിങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മൾക്ക് ഈ വിവരം, നല്ല വാക്ചാതുര്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ അതിനെ നിങ്ങളുടേതായ ഒരു ആശയമാക്കി നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർ പറഞ്ഞ ആശയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അതുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആയിട്ടോ ഈ കിട്ടിയ ഇൻഫർമേഷനെ ഉപയോഗിച്ച് നിങ്ങൾക്കതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അറിയാത്ത സബ്ജക്റ്റാണ് ജി ഡിയിൽ കിട്ടുന്നതെങ്കിൽ ചാടിക്കേറി ഉത്തരം പറയാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒന്ന് ആലോചിക്കുക. 2-3 പേര് ആൻസർ പറയുമ്പം അതിലെ ഏറ്റവും ലോജിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ ആശയങ്ങൾ അതെടുക്കുക. ആ ആശയങ്ങളെ നിങ്ങളുടേതായ വേർഷൻ രൂപീകരിക്കുക. അത് അടുത്ത നിങ്ങളുടെ അവസരങ്ങളിൽ പറയാൻ ശ്രമിക്കുക. മിണ്ടാതെ അവിടെ ഇരിക്കാതെ ഈ ചർച്ച നടക്കുന്നത് കേട്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക. സംസാരിക്കാനുള്ള നല്ല ലാംഗ്വേജ് സ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ആദ്യം പറഞ്ഞവരെക്കാൾ ശോഭിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധിച്ചേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഈ ഡിസ്കഷൻ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നു വന്നേ ഉള്ളൂ. ഇത്തരം ജി ഡിയുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടിപ്സ് ഞാൻ വരും വീഡിയോസിൽ നൽകുന്നതാണ്. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ കൂടുതൽ ജോബ് റിലേറ്റഡ്, കരിയർ റിലേറ്റഡ് ആൻഡ് ടെക്നിക്കൽ അപ്ഗ്രേഡ് റിലേറ്റഡ്, ട്രെയിനിങ് റിലേറ്റഡ് വീഡിയോസ് ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലേക്ക് നേരിട്ടെത്തും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.